എല്ലാവർക്കും സുഖല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളാരും കമൻറ്റ് ബോക്സിൽ ഇടാറില്ലല്ലോ. എന്തേ നമ്മളോട് സ്നേഹമില്ല ആർക്കും? അപ്പോൾ അന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം മത്തങ്ങ കൊണ്ടുള്ളൊരു ചമ്മന്തിയാണ്. മത്തങ്ങ ചമ്മന്തി. മത്തങ്ങയുടെ ഗുണവിശേഷം എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടത് മത്തങ്ങ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട്, ഒരു പിടി നാളികേരം, പുതിനയില കുറച്ച്, പച്ചമുളക്, ഇഞ്ചി, ചെറുനാരങ്ങ, പിന്നെ നമ്മൾ പച്ചമുളക് ഒരു സ്വല്പം 2-3 എടുത്തിട്ട് ഇത് കാന്താരി മുളകാണ്. പക്ഷെ ഈ മത്തങ്ങക്ക് ചെറിയൊരു മധുരമുണ്ട്. സ്വല്പം ഒരു മുളക് സ്വല്പം മുന്നിട്ടേക്കുന്നല്ല, അല്ലെങ്കിൽ മധുരം പലർക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പുളിക്ക് നമ്മൾ കോൽപ്പൊടിയോ മറ്റു പുളി ഉപയോഗിക്കാത്തതിന് പകരം ചെറുനാരങ്ങ നീരാണ്. അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മള് മത്തങ്ങ എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ്, മത്തങ്ങ ഇട്ടു, ഇഞ്ചി, പച്ചമുളക്, നാളികേരം, പിന്നെ ഇടല, പിന്നെ അതിലേക്ക് ഉപ്പ്, ചമ്മന്തി അരയ്ക്കാൻ പോകുന്നു. ചമ്മന്തി അരച്ചു കുറച്ചും കൂടി അരയാറ്. അപ്പോൾ സ്പൂണിൻ്റെ ഇളക്ക് കുറച്ച് വെള്ളം വയ്ക്കും നമ്മളതിൽ. അത് മത്തങ്ങ വെള്ള അംശമുള്ളത് കൊണ്ട് അധികം അരി മതി. ചെറുനാരങ്ങനീര് നമ്മൾ ചെറുനാരങ്ങ ഒരു പുളിക്ക് പകരം ചെറുനാരങ്ങനീര് ഒരു കുറച്ച് ഒഴിച്ചു. ഇത് ഒരു ചെറുനാരങ്ങ 1/4 ഭാഗം ഇട്ടത്, അതിൻ്റെ ആവശ്യമുള്ളത് നമുക്ക് പുളിക്ക് പകരം. അപ്പോൾ നമ്മുടെ മത്തങ്ങ ചമ്മന്തി റെഡിയായി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്ത് പകർത്ത വേണം. മത്തങ്ങ ചമ്മന്തി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ ഇതിൽ നമ്മൾ മിളക് സ്വല്പം കൂടുതലായിരുന്നു. മത്തങ്ങേരം മധുരം അറിയില്ല, അല്ലെങ്കിൽ മത്തങ്ങേരം മധുരം എന്തായാലും അടിപൊളിയാണ്. ഞാനൊന്ന് കൈ ഇട്ടേട്ടാ. മത്തങ്ങ ചമ്മന്തി റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ഓരോ ചമ്മന്തിയും അതിൻ്റേതായ ഗുണങ്ങളും അതിൻ്റേതായ ടേസ്റ്റുകളും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കില്ലേ? ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് എനേബിൾ the bell button.